എനിക്ക് പറയാനുള്ളത് യൂസുഫലിക്കാനോടാണ്. യൂസുഫലിക്ക, നമ്മൾ കേരളത്തിൽ ബുർജ് ഖലീഫ ചെയ്തൂടെ? ബുർജ് ഖലീഫ ഗൾഫിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ചെയ്യാമല്ലോ. യൂസുഫലിക്കാരുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ. യൂസുഫലിക്കാരുടെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട്, യൂസുഫലിക്കാരുടെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് യൂസുഫലിക്കാർക്ക് കേരളത്തിലും എറണാകുളത്തോ അല്ലെങ്കിൽ തൃശ്ശൂരോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ എവിടെയായാലും അല്ലെങ്കിൽ കോഴിക്കോടാ ബുർജ് ഖലീഫ വലുത് അത് തുടങ്ങിക്കൂടെ? അപ്പോൾ നമ്മുടെ കേരളം വികസിക്കൂലേ യൂസുഫലിക്ക? ഞാൻ ഈ ഐഡിയ പറഞ്ഞു തന്നതിന് ഇഷ്ടമായെങ്കിൽ എനിക്ക് എന്തെങ്കിലും കമ്മീഷൻ തരണം കേട്ടോ യൂസുഫലിക്ക. എനിക്ക് എന്തെങ്കിലും കമ്മീഷൻ തരണം, ചെറിയ കമ്മീഷൻ തരണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ. ഓക്കെ, ആസിഫക്കാരോട് പോയി പണിയൊക്കെ പറയും യൂസുഫലിക്ക കേട്ടാ. ആസിഫക്കാരോട് പോയി പണിയൊക്കെ പറയും. എന്താ നമ്മൾ കേരളം നന്നാവല്ലാണ്ട്, കേരളം നശിപ്പിക്കല്ലാണ്ട്, കേരളം വികസിച്ച് അവർക്ക് തന്നെ ജോലി കിട്ടാം. അവർക്കും അവരുടെ മക്കൾക്കും ജോലി കിട്ടൂലേ, അവരുടെ പെങ്ങന്മാർക്കും അവരുടെ വൈഫിനും ജോലി കിട്ടും, അവരുടെ അമ്മക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ അമ്മക്കും ജോലി കിട്ടും അല്ലേ? എന്താണ് ചിന്ത? എങ്ങനെ അസൂയല്ലേ? നശിക്കട്ടെ ഞാൻ ചിന്തിക്കുക. അത് സത്യമാണ്. രവിപ്പിള്ള പറഞ്ഞ സത്യമാണ്. പണക്കാർ നശിച്ച് പോട്ടെ എന്ന് എല്ലാവർക്കും ചിന്തിക്കണം. അവൻ നശിക്കട്ടെ, അവൻ്റെ BMW കയറാൻ നശിച്ച് പോട്ടെ, അവൻ്റെ റോൾസസ് കയറാൻ നശിച്ച് പോട്ടെ, അവൻ്റെ ബെൻസ് കയറാൻ നശിച്ച് പോട്ടെ. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാ. അങ്ങനത്തെ തലമുറ ഇല്ലാതാവട്ടെ ആമീൻ. അങ്ങനെ ചിന്തിക്കുന്ന തലമുറ ഇല്ലാതാവട്ടെ ആമീൻ. നമ്മൾ കേരളം വികസിക്കാൻ യൂസുഫലിക്ക കേട്ടോ. യൂസുഫലിക്ക ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട് കേട്ടോ. യൂസുഫലിക്ക ഞാൻ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്, കൈ തന്നിട്ടുണ്ട്. യൂസുഫലിക്ക കുറേ പ്രാവശ്യം കൈ തന്നിട്ടുണ്ട്, സലാം പറഞ്ഞിട്ടുണ്ട്. കുറേ വട്ടം യൂസുഫലിക്ക വന്ന് കൈ തന്നിട്ട് സലാം പറഞ്ഞിട്ടുണ്ട്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ യൂസുഫലിക്ക ഞാൻ കണ്ടിട്ടുണ്ട്, കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് യൂസുഫലിക്ക, എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ കല്യാണത്തിന്, എൻ്റെ പെങ്ങളെ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ. ഓക്കെ, ഞാൻ ഗ്രൂപ്പ് ഇപ്പോൾ പറയുന്നില്ല കേട്ടാ. മാലിവാസിയാണ് കേട്ടാ. ഓക്കെ.